പെഞ്ഞാമുക്ക് ചെറുവള്ളിക്കടവ് പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി നിർമ്മിക്കുന്ന പാതയുടെ പുരോഗതി വിലയിരുത്താൻ AC മൊയ്തീൻ MLA സ്ഥലം സന്ദർശിച്ചു. കാട്ടകാമ്പാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TC ചെറിയാൻ, CK സദാനന്ദൻ, CPM ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നിർമ്മാണ കമ്പനിയായ CH കൺസ്ട്രക്ഷന്റെ സൂപ്പർവൈസറോട് നിർമ്മാണത്തെപ്പറ്റി AC മൊയ്തീൻ MLA ചോദിച്ചറിഞ്ഞു. കാട്ടകാമ്പാൽ പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണം ഒരാഴ്ച മുമ്പ് ആരംഭിച്ചിരുന്നു. പാലത്തിന് സമീപം താൽക്കാലിക ബണ്ടിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. നൂറാടി തോട്ടിൽ തെങ്ങുകുറ്റികൾ അടിച്ചു താഴ്ത്തി മണ്ണിട്ട് ഉയർത്തിയാണ് ബണ്ട് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാർ പാലം പണിയാനായി അനുവദിച്ച 7.94 കോടി രൂപ വിനിയോഗിച്ചാണ് പുനർനിർമ്മിക്കുന്നത്. നിലവിലുള്ള ചെറുവള്ളിക്കടവ് പാലത്തിന് 30 മീറ്റർ നീളവും ആകെ 4.65 മീറ്റർ വീതിയുമാണുള്ളത്. പുതിയ പാലം 20 മീറ്റർ നീളമുള്ള 3 സ്പാനോടുകൂടി ആകെ 60 മീറ്റർ നീളത്തിലും ഇരുവശത്തും 1.5 മീറ്റർ വീതിയുള്ള നടപ്പാതകളും 7.5 മീറ്റർ വീതിയുള്ള കാരേജ് വേയും അടക്കം ആകെ 11 മീറ്റർ വീതിയിലുമാണ് നിർമ്മിക്കുക. പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകൾ ടൈൽ വിരിച്ച് മനോഹരമാക്കുകയും പാലത്തിന്റെ ഇരുഭാഗത്തും സിമന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തി അപ്രോച്ച് റോഡ് നിർമ്മിച്ച് ഉപരിതലം ഇന്റർലോക്കിംഗ് ടൈൽ പാകുകയും പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. പാലം പുനർനിർമ്മാണം കഴിയുന്നതോടെ ഗതാഗത തടസ്സം മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.